ഞങ്ങൾ നാളെ നടത്താനുള്ള ശിക്ഷ മാറ്റിവച്ചിരിക്കുന്നു എന്ന് നേരെ എന്നെ അറിയിച്ചു. അത് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലേ വേണ്ട. അവനാന്റെ പ്രസിദ്ധിയാണോ അവിടെ ആഗ്രഹിക്കേണ്ടത്? ഒരു ജീവൻ രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്താൽ പോലെ. അതിന് പകരം അവനാന് മാർക്കറ്റ് ഉണ്ടാക്കാം. ഇന്നലെ കണ്ടില്ല നിങ്ങള് കേന്ദ്രകുറിച്ച് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എന്തുണ്ടാക്കി? കോടതി വിധിച്ച ഒരു വിധി ഇവരുടേതായി അവതരിപ്പിക്കുകയാണ്. ഇത് വേറൊരു തട്ടിപ്പ് അവിടെ ചെയ്തു. ആ തട്ടിപ്പുകളെ എണ്ണങ്ങള് ശരിക്കും മനസ്സിലാക്കണം. അപ്പുറത്തൊരു സ്ക്രീന്, ആ സ്ക്രീനിൽ ഉമർ ഹഫീദിനെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ ഉമർ ഹഫീദ് മർക്കസ് വന്നപ്പെടുത്ത ഫോട്ടോ ആണ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അതവിടെ വെച്ചിട്ട് പിന്നെ അതിന് മുന്നിലിരിക്കാണ്. അവർ സംഭാഷണം നടത്തുന്നു എന്നാണ് അതിന്റെ ബാക്കിൽ എഴുതി കാണിക്കുന്നത്. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവനെ യമനിൽ നടക്കുന്നതായി റിപ്പോർട്ട് ഓടുന്ന മർക്കസ് ഓഫീസിൽ നിന്നാണ്. സ്വാഭാവികം. അല്ല, ഞാൻ പറഞ്ഞ കള്ളത്തരം പല ഭാഗത്ത് നിന്ന് എന്തായാലും വരും. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞത്? ഞങ്ങൾ നാളെ നടത്താനുള്ള ശിക്ഷ മാറ്റിവച്ചിരിക്കുന്നു എന്ന് നേരെ എന്നെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കും, അപ്പോഴാ കൃത്യമുള്ളൂ. നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പം ദിവസം നീട്ടിവച്ചിരിക്കുന്നു എന്ന വിവരം നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. അതിന് മുമ്പ് ഹെവനല്ലേ? കാണും ഇങ്ങനെ ഒരു കള്ളൻ. കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പൊട്ടീസുകളാണ്. അയ്യേ, ചമ്മിപ്പോയേ. എന്നിട്ട് വേറൊരു തട്ടിപ്പ് അവിടെ ചെയ്തു. അവിടുത്തെ ലെറ്റർ കാണിച്ചപ്പോ ഇവര് ചെയ്ത പണി എന്താ അറിയോ? ഇപ്പൊ നിങ്ങൾ കണ്ട ലെറ്റർ ശ്രദ്ധിച്ചാൽ അറിയാ, ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നവിടെ ആ വാട്ടർ മാർക്കിൽ പ്രത്യേകം എഴുതിയത് കാണാം. കണ്ടില്ല? ശരിച്ചൊരു എഴുതി കണ്ടില്ലേ? ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ. അതുപോലെ വിചാരിച്ച് ഈജിപ്തിൽ നിന്ന് നേരെ അടിച്ചു വിട്ടതാണ്. ഇവന്മാര് ചേർത്ത് കൊടുത്തതാ. ആ ഇല്ലാത്തതിന്റെ ഒറിജിനൽ കാണിച്ചു കൊടുക്ക്. ആ എഴുത്തില്ലാണ്ടോ? അതാണ് അവിടുന്ന് ശരിക്കുള്ള ലെറ്റർ. അതിലേതില്ല? ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നതിലില്ല. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു. അത് ഞാൻ ശരിക്കൊന്ന് പിടിച്ചുതരാം. ശരിക്കും ആദ്യം 2 പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ അബൂബക്കർ മുസ്ലിയാർ നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒറ്റ ദിവസം 2 പത്രസമ്മേളനമാണ്. അപ്പൊ ആളുകൾക്കിടയിലുള്ള പ്രസക്തിയും 4 ചാനലുകാരും വന്നാൽ ഇവരെ എന്തൊക്കെ ആക്കിയെടുക്കും. ഇവിടെ ഉള്ളത് പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ട്. ആ സംഭവം ചെയ്താ പോരെ. അത് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലേ വേണ്ട. അവനാന്റെ പ്രസിദ്ധിയാണോ അവിടെ ആഗ്രഹിക്കേണ്ടത്? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? നീ ഇത് കേട്ടോടാ. അതാണ് പുളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു ജീവൻ രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്താൽ പോലെ. അതിന് പകരം അവനാന് മാർക്കറ്റ് ഉണ്ടാക്കാം. ആ പത്രസമ്മേളനത്തിൽ മൂപ്പര് പറയുന്ന കാര്യങ്ങളൊന്ന് ശരിക്കും നോട്ട് ചെയ്തോളിട്ടോ. അതിൽ അയാൾ പറയുന്നുണ്ട്, കോടതി അറിയിച്ചു, നിങ്ങളുടെ തീരുമാനപ്രകാരം, നിങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ്. കോടതി എന്നെ അറിയിച്ചു എന്നാണ്. മൂപ്പരൊരു പവർ നോക്കണം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ. ഇത് ഹക്കീം എഴുതി കൊടുത്ത മാറ്ററാണ്. എ പി അബൂബക്കർ പറയുന്നു. ഇവർ പറഞ്ഞ കാര്യമില്ല, വായിക്കാതിരുന്ന അടുത്ത നേരം ചോറ് കിട്ടൂല, അതുകൊണ്ട് പറയണാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മൂപ്പരൊരു ഗതികേട്. വയസ്സുകാലത്ത് നഫ്സിന്റെ ഭാഗം നോക്കി ഇരിക്കാൻ പറഞ്ഞിടത്തുനിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഈ തമാശ പറയണത്. അല്ലെങ്കിൽ ഒരു കോടതി നിയമം ഇവിടുന്നാണ് വിളിച്ചറിഞ്ഞ മാറ്റണ. കോടതിയിൽ അതിൽ ഹർജി കൊടുക്കണം. അതനുസരിച്ച് അവിടുത്തെ കാലി വിധിക്കണം. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.